ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ഏറ്റവും വലിയ പാനന്തൻ സിനിമ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 5 ദിവസങ്ങൾ മാത്രം ബാക്കി. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ മാർച്ച് 27-ാം തീയതിയാണ് പാനന്തൻ റിലീസായിട്ട് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലും സിനിമയുടെ പല മേഖലകളിലെ പല നേട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ആദ്യമേ തന്നെ ബുക്ക് മൈ ഷോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും മണിക്കൂറിൽ 7000-ലധികം ടിക്കറ്റുകൾ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 4 ലക്ഷം ഇൻട്രസ്റ്റിലേക്ക് ബുക്ക് മൈ ഷോയിലെ എമ്പുരാൻ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മലയാളത്തിൽ ആദ്യത്തെ 3 ലക്ഷവും 4 ലക്ഷം ഇൻട്രസ്റ്റും കടക്കുന്ന സിനിമയായിട്ട് മാറാനായിട്ട് ഒരുങ്ങുകയാണ് എമ്പുരാൻ എന്നാണ് ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ മറ്റൊരു റെക്കോർഡ് സിനിമ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ 24 മണിക്കൂറിൽ 6,25,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചതോടെ ഒരു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പ്രീ സെയിൽ ബുക്കിംഗിൽ ആദ്യ ദിവസം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന സിനിമയായിട്ട് നമ്മുടെ മലയാളത്തിന്റെ എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനത്തുള്ള കൽക്കി എന്ന സിനിമയ്ക്ക് 3,35,000-ലധികം ടിക്കറ്റുകൾ മാത്രമേ വിറ്റഴിക്കപ്പെടാനായിട്ട് കഴിഞ്ഞുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ വലിയ മാർജിനിൽ ആ സിനിമയെ നമ്മുടെ മലയാളം സിനിമ എമ്പുരാൻ മറികടന്നിരിക്കുകയാണ്. ഇന്ന് പൃഥ്വിരാജ് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കർണാടകത്തിൽ മാത്രം 198-ലധികം ഹൗസ്ഫുള്ളും ഒപ്പം തന്നെ ഫാസ്റ്റ് ഫിലിം ഷോസ് ആണ് നമ്മുടെ എമ്പുരാന്റെ പേരിൽ നടക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി സിനിമയുടെ ഓരോ മേഖലകളിലെ പ്രീസെൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കർണാടകത്തിൽ 2 കോടിയിലേക്ക് സിനിമയുടെ പ്രീസെൽ കളക്ഷൻ അടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതേസമയം തമിഴ്നാട്ടിലടക്കം ഫാസ്റ്റ് ഫിലിം ഷോസ് നേടിയെടുത്ത സിനിമ 50 ലക്ഷത്തിലധികം പ്രീസെൽ പിന്നിട്ടു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് കേരള പ്രീസെല്ലിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ വന്ന ഏറ്റവും അവസാനത്തെ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ 27 കോടി കടന്നിരുന്നു. ഇപ്പോഴത്തെ 30 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെൽ എടുക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം കേരളത്തിൽ ഇന്നലെ രാത്രിയോടെ 8 കോടിയിലധികം പ്രീസെൽ സിനിമ കടന്നിരുന്നു. അർദ്ധരാത്രി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8,13,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ. അതിനുശേഷം ഇന്ന് ഈ വൈകിട്ട് 4 മണി വരെ സിനിമയുടെ കൃത്യമായ കേരള പ്രീസെയിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. 9 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എത്തപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇനി വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ വിദേശത്ത് ഇന്നലെ അർദ്ധരാത്രിയോടെ $2 മില്യൺ പിന്നിട്ട സിനിമ ഇപ്പോഴത്തെ $2.25 മില്യൺ പിന്നിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 19,30,00,000-ലധികം രൂപ. അപ്പോൾ ഒരു ബ്രഹ്മാണ്ഡ കളക്ഷൻ തുടക്കമാണ് പ്രീസെയിലിന്റെ കാര്യത്തിൽ ഓവർസീസിൽ എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. പല മലയാളം സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് ഈ പറഞ്ഞ കളക്ഷൻ എന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. ആദ്യ ദിവസം വിദേശ രാജ്യങ്ങളിൽ മാത്രം $4 മില്യൺ, അതായത് 36 കോടിയോളം തന്നെ കളക്ഷൻ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും കാത്തിരിക്കൂ അടുത്ത എമ്പുരാന്റെ അടുത്ത വമ്പൻ പ്രീസെയിൽ കണക്കുകൾ കേട്ടാം.